ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ഈ സമയത്ത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അങ്ങനെ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരും എനിക്ക് പറയാനുള്ളത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ബൂരിയാണ് കേട്ടോ. അപ്പോൾ ബൂരിക്കുള്ള മാവൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്കറിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ള നല്ല വലിപ്പമുള്ള ഉരുളക്കിഴങ്ങായിരുന്നു. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സബോളയും 2 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും അത് വേവിച്ചെടുക്കാനുള്ള വെള്ളം കൂടി ചേർത്ത് ഞാൻ ഒരു 2 വിസിലടിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ബൂരിക്കുള്ള മാവൊക്കെ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ ചെറിയ ഓരോ ഉരുളകളെടുത്ത് എണ്ണയിൽ തന്നെ നമ്മൾ ഏത് ചട്ടിയിലാണോ ഉണ്ടാക്കിയെടുക്കുന്നത് ആ ചട്ടിയിൽ തന്നെയാണ് ഞാൻ മുക്കിയെടുക്കാറുള്ളത്. അങ്ങനെ ഒന്ന് മുക്കി ഞാനിതേ ചെറിയ ഉരുളകളായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രസ്സിൽ വെച്ച് പരത്തുന്ന സമയത്ത് പ്രസ്സിൽ ഒട്ടിപ്പിടിക്കാറുണ്ട്. അതിന് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ നമ്മൾ ഇതേപോലെ ഒരു കവർ വെച്ച് കൊടുക്കുക. അപ്പോൾ ചിലവർക്കൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അറിയുന്നവർ ഞങ്ങൾക്കൊക്കെ അറിയുന്നതാണെന്നുള്ളൊരു മനസ്സിലൊരു ഭാവം ഉണ്ടാവും. എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊന്ന് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഓയിലൊക്കെ കൊണ്ടുവരുന്ന ആ പാക്കറ്റ് ഉണ്ടാവില്ലേ, അതായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കിട്ടുക. അതിലാകുമ്പോൾ നല്ല നൈസായിട്ട് പരത്തിയെടുക്കാനും പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും നല്ല എളുപ്പമാണ് കേട്ടോ നമുക്ക് ഇതേപോലത്തെ കവറൊക്കെ വെച്ച് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതേ ബൂരിയൊക്കെ ഇതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ ഇന്നിപ്പോൾ രാവിലെ പോവാണ്, വേറൊരു അത്യാവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരാം അങ്ങനെ പറഞ്ഞിട്ട് ഉമ്മ ഇവിടെ 9:30 ആകുമ്പോൾ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാനിതിവിടെ ബൂരി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുക്കറിലെ വിസിലൊക്കെ ഒന്ന് പോയി വന്നിട്ട് ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഞാൻ ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കറിവേപ്പിലല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ. അത് നമ്മുടെ പശുമ്പാൽ പാക്കറ്റ് പാലാണ് കേട്ടോ. ഏത് പാലായാലും കുഴപ്പമില്ല. അതിൻ്റെ കൂട്ടത്തിൽ നാളികേരപ്പാൽ ഒഴിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ലൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പശുമ്പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ജസ്റ്റ് ഇത് കുറച്ച് കണ്ടോ, വളരെ കുറച്ച് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവിക്കൊരു കട്ടിയും ഉണ്ടാവും. എന്നാൽ ഈ ഉരുളക്കിഴങ്ങ് കുടച്ച് ചേർത്തതാണല്ലോ, അതിലേക്ക് പാലും കൂടി എത്തുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് തിളച്ചിങ്ങനെ വരുമ്പോൾ നമുക്കത് ഇറക്കി ഇവിടെ വയ്ക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതേ ബൂരി മസാല റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ശേഷം അങ്ങനെ മക്കൾക്ക് ഇത് ഭക്ഷണമൊക്കെ കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഏകദേശം സ്കൂളിൽ പോകേണ്ടൊക്കെ ഒരു സമയമായിട്ടുണ്ട്. നേരത്തെ എണീറ്റെങ്കിലും അമ്മ പോകുന്ന കാരണം ഇങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു നിന്നു. പിന്നെ മക്കളുടെ കാര്യങ്ങളായാലും കുറച്ച് നേരം പഠിപ്പിക്കാനൊക്കെ ഇരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ ഉമ്മ അതിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാനായാലും ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ സുഡാപ്പി ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റത്. ഞാൻ ബൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ സുഡാപ്പി എണീറ്റത്. സുഡാപ്പി ഇന്നലെ കുറച്ച് നേരം വൈകിട്ടാണ് കിടന്നത് കാരണം കൊണ്ട്. അങ്ങനെ അവരെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഭക്ഷണം കൊടുക്കാൻ പോകണം. അപ്പോൾ അവർക്ക് പാല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ പാൽ ചായയാണ് അധികം കുടിക്കാറ്. ഇപ്പോൾ ഞാൻ ഹോർലിക്സ് മേടിച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്ക് പാല് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പാലെടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ അങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാലായിട്ട് കൊടുക്കുകയാണെങ്കിലും കുറച്ച് വെള്ളം ചേർക്കും കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ കഫക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും മാറില്ല കേട്ടോ. ഇപ്പോഴത്തെ ക്ലൈമറ്റിനനുസരിച്ച് വേഗം മാറുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 3 ആൾക്ക് ഞാൻ പാല് ഹോർലിക്സും കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഇതേപോലെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിപ്പോൾ ബൂരിയും കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ പണി അങ്ങോട്ട് കഴിഞ്ഞല്ലോ വെച്ചിട്ട് ഇനിയിപ്പോൾ കുറച്ച് പോകേണ്ട സമയമൊന്നും ആയിട്ടില്ല, ഏകദേശം ആയി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കുക, ഇപ്പോൾ വിശക്കുണ്ടെന്ന് പറഞ്ഞു. ബൂരി മസാല ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എവിടെ നിന്നൊക്കെയാണ് വിശപ്പ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ആ നേരം വേറെ വല്ലതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വിശപ്പും ഉണ്ടാവില്ല, ഭക്ഷണവും വേണ്ട. അങ്ങനെ ഇപ്പോൾ ഞാൻ ബൂരിയൊക്കെ അവർക്ക് കൊടുത്തു. പിന്നെ അതിന് ശേഷം ഞാൻ അരിക്ക്
വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ വെള്ളമൊക്കെ തിളച്ചതിൻ്റെ ശരിയൊക്കെ ഇട്ടു. ഇപ്പോൾ അതേ ഉമ്മ അതാ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് കേട്ടോ വേപ്പിൻ്റെ ഇല കൊണ്ടുപോകാറ്. അവിടെ വേപ്പിൻ്റെ ഇലയൊന്നുമില്ല. അങ്ങനെ കുറച്ച് വേപ്പിൻ്റെ ഇലയും പിന്നെ ഞാൻ വള്ളി റോസ് ഉണ്ടല്ലോ, വൈറ്റ് റോസ്, അപ്പോൾ അതിന് 2 കൊമ്പൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അതേ ഉമ്മ യാത്രയായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇവിടെ ഇറയത്തേക്കൊന്ന് കടന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. വേറെ ഒന്നല്ല, ചുമരുമലൊക്കെ ഇങ്ങനെ വിള്ളൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഞാൻ എന്താ ചെയ്യാന്ന്. അതൊരു ഭാഗത്ത് മാത്രമല്ല, 2 ഭാഗത്താണ് കേട്ടോ. ഇറയത്താണ് കേട്ടോ, നമ്മൾ കയറുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ. 2 സൈഡ് ഇങ്ങനെ നല്ല പോലെ തന്നെ വിണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ സംശയം തോന്നി, ചുമര് അങ്ങോട്ട് ചെരിഞ്ഞ് പോകുന്നുണ്ടോ, ഈ അടി വരെ വന്നിട്ടുണ്ട് കേട്ടോ വിള്ളൽ. അപ്പോൾ ചുമര് അങ്ങോട്ട് ചെരിഞ്ഞ് പോകുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിലത്തെ ചേട്ടനൊന്ന് വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു ചെറിയൊരു ചെരിവുണ്ട്, അതിപ്പോൾ മഴയൊക്കെ പെയ്ത കാരണം തറയൊന്നും അങ്ങനെ വലിയ ഉറപ്പില്ലാത്ത തറയൊക്കെയാണല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഈ ഭാഗമൊക്കെ ഞാൻ അന്ന് കാണിച്ചതായിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ. ഇതാണ് കേട്ടോ കട്ടിളപ്പടിയുടെ അവസ്ഥ, ഇതാണ് കേട്ടോ. സൈഡിലൊക്കെ കട്ടിളപ്പടിയുടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെയൊക്കെ ഗ്യാപ്പായി വന്നിട്ടുണ്ട്. മുകളിൽ ഇതേപോലെ ഇതൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഇളക്കം പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ വാതിലൊക്കെ അടക്കുന്ന സമയത്ത് നല്ല ആട്ടമുണ്ട് കേട്ടോ. എപ്പോഴാണെന്നറിയില്ല, ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാമെന്നറിയില്ല. ഓരോ ദിവസം ഓരോ പണികളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല ഇനി ചെയ്യേണ്ടത്. പട്ടയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ 4 ലക്ഷം രൂപ പാസ്സായതിന് വീട് പണിയാന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. പക്ഷേ അതും പട്ടയം കിട്ടാത്ത കാരണം അതും ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് ഫ്രണ്ടിലത്തെ ഭാഗമാണ് കേട്ടോ. നമ്മൾ കയറുന്നോടെ തന്നെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. അവിടെ ഇതേപോലെ ഇതായിട്ട് നിൽക്കണം. പിന്നെ ഇത് ഉള്ളിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ പട്ടിക ചെതൽ പിടിച്ച് പോയത് ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അവിടെ ഇതേ പറഞ്ഞ പോലെ തന്നെ നല്ല ഫുള്ളായിട്ട് ചെതൽ പിടിച്ച് കിടക്കുകയാണ്. ഷീറ്റൊക്കെ ഇങ്ങോട്ട് പൊളിഞ്ഞ് പോരുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് ഭാഗത്തേക്ക്. ഇത് ഫ്രണ്ടിൽ നമ്മൾ ഷീറ്റ് കെട്ടിയ കാരണം കൊണ്ട് അധികം അങ്ങോട്ട് കാണുന്നില്ല. പിന്നെ ഇത് മീറ്ററിൻ്റെ അവിടെ ഇതേപോലെ തന്നെ ഇങ്ങനെ വിണ്ട് വന്നിട്ട് മീറ്ററിന്മേലൊക്കെ ഇങ്ങനെ ചെതൽ വരുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ചെതൽ വന്നിട്ടുണ്ട്. ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും നല്ല രീതിയിൽ തന്നെ ചെതലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഞങ്ങളൊന്ന് കാണിച്ചതാണ് കേട്ടോ. എല്ലാവരും എനിക്കും എൻ്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ദുആ ചെയ്യണേ. എത്രയും പെട്ടെന്ന് ഞങ്ങളെ പട്ടയൊക്കെ ഒന്ന് കിട്ടി ഒരു വീടൊക്കെ പണിയാനുള്ളൊരു ഇതും കൂടി ആയി കിട്ടാൻ വേണ്ടിയിട്ട് പടച്ചോൻ എത്രയും പെട്ടെന്നൊരു നല്ലൊരു വീട് നമുക്കാക്കി തരാൻ വേണ്ടിയിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് ദുആ ചെയ്യണേ. അങ്ങനെ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് അയിലയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയിലൊന്ന് നമ്മളെ പച്ചക്കുരുമുളക് ഉണ്ടല്ലോ, അതും ഒന്ന് കുറച്ച് ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ എന്താ പറയുക മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ കൂടി അങ്ങോട്ട് ചേർത്ത് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടോ. എന്നിട്ട് നമ്മൾ മസാലയൊക്കെ ഒന്ന് ആക്കിയിട്ട് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുമ്പളങ്ങ കറിയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. പരിപ്പും കുമ്പളങ്ങയും തക്കാളിയും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറിൽ കുറച്ച് പരിപ്പൊന്ന് കഴുകിയിട്ടിട്ടുണ്ട്. അതിലേക്ക് ചെറിയ പീസാക്കിയിട്ട് കുമ്പളങ്ങയും ഒരു തക്കാളിയും കൂടി, വലിയ തക്കാളിയാണ് കേട്ടോ. പുളിപ്പുള്ള തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ഒരു 2 വിസിലടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ കുക്കർ ഇപ്പോൾ ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ശേഷം നമുക്ക് വേഗം അയിലൊന്ന് പൊരിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് അയിലയിൽ ഇപ്പോൾ ഞാനിത് മുളകൊക്കെ നന്നായിട്ട് തന്നെ പരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കർ ഒന്ന് ഒരു 2 വിസിലടിച്ചിട്ട് അതവിടെ ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അതിൻ്റെ ശേഷമാണ് കേട്ടോ മീനൊന്ന് പൊരിക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് മീനൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അല്ലാണ്ട് ഒറ്റയടിക്ക് പൊരിച്ചെടുക്കാനായിട്ട് തികയില്ല. നമുക്ക് വൈകുന്നേരത്തേക്ക് കൂടെ ഉള്ളത് ഞാൻ ഇപ്പോൾ തന്നെ പൊരിച്ച് വെക്കാം. അപ്പോൾ വയ്യാത്ത കാരണം കൊണ്ട് പണികളൊക്കെ ഞാൻ ഒരുമിച്ച് തന്നെ അങ്ങോട്ട് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഞാനിപ്പോൾ വൈകുന്നേരത്തേക്ക് തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചപ്പാത്തിക്ക് ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം കറിയും കൂടി റെഡിയാക്കി എടുക്കാമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഭാഗം ഇപ്പോൾ മീനൊന്ന് പൊരിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗം ആകുമ്പോഴേക്കും കറി ഒന്ന് നമുക്ക് താളിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ നാളികേരം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെറും നാളികേരത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതേ കുമ്പളങ്ങയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ട് നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയിലാണ് കേട്ടോ നാളികേരം അരച്ചത്. അപ്പോൾ ഞാൻ മിക്സിയിലെ ജാറിൽ കുറച്ചുകൂടി വെള്ളം കൂടി ഒന്ന് ചോദിച്ചിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ അതേ പരിപ്പും കുമ്പളങ്ങയും തക്കാളിയൊക്കെ കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കതൊന്ന്
കാച്ചെടുക്കാം. അപ്പോൾ അതവിടെ തിളയ്ക്കുന്ന നേരം കൊണ്ട് ഇതിപ്പോൾ മീനിൻ്റെ 2 വശവും ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടി ഒന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ മീനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പരിപ്പൊക്കെ നമ്മളെപ്പോഴും താളിച്ചെടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചെടുക്കണം കേട്ടോ. അതാണ് നമ്മുടെ നാടൻ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. വേറെ നമ്മൾ ഓയിലൊന്നും ഒരിക്കലും കാച്ചെടുക്കരുത് കേട്ടോ. ഞാൻ പരിപ്പൊക്കെ താളിച്ചെടുക്കുകയാണെങ്കിൽ എപ്പോഴും വെളിച്ചെണ്ണയിൽ മാത്രമേ താളിച്ചെടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ കടുകൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ താളിപ്പൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ കുമ്പളങ്ങ കറിയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അവിടെ മാറ്റി വെച്ചതിന് ശേഷം വേണം എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനായിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ പൈപ്പ് വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോർപ്പറേഷൻ പൈപ്പ് ആയ കാരണം തന്നെ നല്ല ക്ലോറിൻ്റെ ഇതുണ്ട് കേട്ടോ. വെള്ളത്തിൽ കുത്തും നമ്മൾ കുടിക്കുന്ന സമയത്തായാലും ആ ഒരു കുത്തിടയ്ക്ക് വരാറുണ്ട്. പിന്നെ മുടിയൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്തെ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇങ്ങനെ നമുക്കൊരു കുപ്പി ആയുർവേദ കടയിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ഒരു കുപ്പി തരും. ആ കുപ്പിയിൽ എന്തൊക്കെയോ വേരുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ കഞ്ഞുണ്ണി, പിന്നെ ഉലുവ, വേറെ എന്തൊക്കെയോ ഒരു വേരുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൽ മനസ്സിലായതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയോ മണിമണിയൊക്കെ ആയിട്ട് കുറേ സാധനം. അങ്ങനെ ഞാനും ആ സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സാധനം മേടിച്ചിട്ട് 2-3 ദിവസമായി. വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ട് 2-3 ദിവസമായി കേട്ടോ. അപ്പോൾ ഇന്നാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയില്ല, ഉലുവയൊക്കെ മനസ്സിലാവുന്നുണ്ടാവും, വേറെ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് തൊട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.